ഡിയർ പാരൻസ് ആൻഡ് സ്റ്റുഡൻസ്, നമ്മുടെ കുട്ടികൾ ഓൾറെഡി നീറ്റ് 2024 റിസൾട്ട് വന്നപ്പോൾ വിഷമത്തിലാണ്. അങ്ങനെയുള്ളൊരു വല്ലാത്ത മാനസികാവസ്ഥയിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് അത് വീണ്ടും വിഷമത്തിൻ്റെ ആഴത്തിലേക്ക് കൊണ്ടുപോകാനല്ല, മറിച്ച് ഇന്ന് എൻ്റെ മനസ്സിൽ വന്ന ചില ആശയങ്ങൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. നിങ്ങളും ആ വിഷയത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കണം. NTA ട്വീറ്റ് ചെയ്തത് പ്രകാരം ഈ ബോണസ് മാർക്കിന്റെ ബേസിനെ കുറിച്ചാണ് ഈ ചിന്ത വരുന്നത്. അതായത് ഏത് നമ്പർ കൂട്ടിയപ്പോഴാണ് ഈ 718 വന്നത്, അല്ലെങ്കിൽ 719 വന്നത്, 715ന്റെ കൂടെ 3 കൂട്ടിയപ്പോഴാണോ? അപ്പൊ ഈ 715 കിട്ടിയ കുട്ടിക്ക് നമ്മളൊരു ബോണസ് മാർക്ക് കൊടുക്കേണ്ട ഒരു ലോജിക്ക് നമുക്ക് മനസ്സിലാവണില്ല, അല്ലെ? ഒരു ക്വസ്റ്റ്യനല്ലേ ഇപ്പൊ കുട്ടിക്ക് നഷ്ടപ്പെട്ടുള്ളൂ. അതോ 500ന്റെ കൂടെ 219 കൂട്ടിയോ, അതോ 400ന്റെ കൂടെ 319 കൂട്ടിയോ? നമുക്ക് മനസ്സിലാവണില്ല. കുട്ടികൾ ഇത് നേരിട്ട് വളരെ കലുഷിതമായിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. നമുക്ക് ഉത്തരമില്ല. എത്ര മാർക്കാണ് ഇത് കൊടുത്തത്, എത്ര കുട്ടികൾക്ക്, എത്ര സെന്ററുകളിൽ? അപ്പൊ പലതും നമ്മൾ പല ചാനലുകളിൽ നിന്നും എത്ര സെന്ററിൽ 100 കുട്ടികൾക്ക് അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. എൻ്റെ സത്യാവസ്ഥ നമുക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല. അപ്പോഴും ഒരു ചിന്തയുള്ളത്, ഒരു സെന്ററിൽ ഇപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ഒരു കുട്ടിക്ക് മാത്രമായിട്ടാണോ ബോണസ് മാർക്ക് കൊടുത്തത്? അപ്പോൾ ആ ക്ലാസ് റൂമിലെ മറ്റു കുട്ടികൾക്ക് സമയം നഷ്ടപ്പെട്ടിട്ടില്ലേ? ഇനിയിപ്പോൾ ആ കുട്ടി ഒരു റിപ്പീറ്റർ ആയിരുന്നോ, അതോ ആദ്യമായിട്ടൊരു നീറ്റ് ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ എഴുതിയ കുട്ടിക്കായിരുന്നോ ഇത് കൊടുത്തത്? അപ്പോൾ ആ കുട്ടിക്ക് അരമണിക്കൂർ കൊടുത്താലും ആ കുട്ടിക്ക് എത്ര ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമായിരുന്നു? ആ കുട്ടിയുടെ ആ ഒരു ലേണിംഗ് ലെവൽ എന്തായിരുന്നു ഒന്നും നമുക്ക് അറിയണില്ല. അപ്പോൾ ഈ ബോണസ് മാർക്കിൻ്റെ ആ ഒരു ബേസ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു.